പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പ്രയാസവും വേദനയും സങ്കടമൊക്കെ വരുന്ന നിമിഷങ്ങളിൽ അത് പക്ഷേ എല്ലാവരും അറിയണമെന്നില്ല. എന്നാൽ ആ വേദനകളെ അതിൻ്റെ ആഴങ്ങളെയും നന്നായി അറിയുന്ന ഒരാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യാൻ, പ്രോത്സാഹനം നൽകാൻ, അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും കണ്ടിട്ട് അതിന് നല്ല അഭിപ്രായങ്ങൾ പറയാൻ മനുഷ്യർ കാണും, പലരും കാണും. എന്നാൽ നമ്മുടെ ഉള്ളിൽ കുറേ നാളുകളായിരിക്കുന്ന സങ്കടങ്ങൾ അല്ലെ വിഷമങ്ങൾ, അതിലൊരുപക്ഷെ നാളുകളായി അധ്വാനിക്കുന്നെങ്കിലും അതിനൊത്തവണ്ണം ഒരു ഫലം കാണാൻ കഴിയാതെ ഒത്തിരി ആഗ്രഹങ്ങൾ ദൈവസേനയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളും നിരാശയാണ് ഫലം. എന്നാൽ അവിടെ എല്ലാം നമ്മെ സഹായിപ്പാൻ കഴിവുള്ള യേശു കർത്താവിനെ നമുക്കിന്ന് പകൽ ഈ വചനത്തിലൂടെ കാണാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് ഏവരെയും ഞാൻ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഗന്നേസരത്ത് തടാകത്തിൻ്റെ ആ കരയിൽ നിന്ന് പുരുഷാരത്തെ ഉപദേശിക്കുന്ന യേശു കർത്താവിനെ കാണാൻ കഴിയും. എന്നാൽ പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ യേശു കർത്താവ് ആ കരയോട് ചേർന്ന് കിടന്ന 2 പടകിൽ ഒരു പടകിലേക്ക് കയറാനിടയായി. അത് ശീമോൻ പത്രോസിൻ്റെ പടകായിരുന്നു. സത്യത്തിൽ ശീമോൻ പത്രോസിനോട് അനുവാദം ചോദിച്ചിട്ടല്ല ആ പടകിലേക്ക് കയറിയത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നതായ ഏതൊരു കാര്യങ്ങളും കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി ഉപയോഗിപ്പാൻ, അത് വിട്ടുകൊടുപ്പാൻ, അല്ലെങ്കിൽ അതൊന്ന് നൽകാൻ നോക്കണം നമ്മളും സന്മനസ്സുള്ളവരായിരിക്കണം. യേശു കർത്താവ് ആ പടകിലേക്ക് കയറിയിട്ട് ശീമോൻ പത്രോസിന് പറയുന്നു, ഈ പടക് കരയിൽ നിന്ന് അല്പം ഒന്ന് നീക്കണം. സത്യത്തിൽ പത്രോസ് അവിടെ നൽകിയ 3 കാര്യങ്ങളാണ്. പടക് നൽകി, 2 തൻ്റെ സമയം നൽകി, 3 തൻ്റെ ഒരു അധ്വാനവും നൽകി. നമ്മുടെയും ജീവിതത്തിൽ ആ നിലയിൽ കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി നിലകൊള്ളുവാൻ ദൈവം നമ്മയും സഹായിക്കുമാറാകട്ടെ. അടുത്തൊരു കാര്യം, കഴിഞ്ഞ രാത്രിയിലെ അധ്വാന ശേഷം കടന്നു വന്ന് ആ വല നന്നാക്കുന്ന അല്ലെങ്കിൽ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് മുഴുകിയിരുന്ന പത്രോസിൻ്റെ ജീവിതത്തിൽ പുറമെ ആരും അറിയുന്നില്ല തൻ്റെ ഹൃദയത്തിലെ വേദന, തൻ്റെ സങ്കടങ്ങൾ. എന്നാൽ അത് നന്നായി അറിയുന്ന യേശു കർത്താവ് ആ ഉപദേശങ്ങളൊക്കെ ജനത്തിന് കൊടുത്തതിന് ശേഷം ഈ പത്രോസിനോട് പറയുക, ഈ പടക് ഒരല്പം ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനായിട്ട് വലയിറക്കാം. പത്രോസ് ഉടനെ പറയുന്ന റിപ്ലൈ ഉണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, നാഥാ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും അങ്ങയുടെ വാക്കിന് ഞങ്ങൾ വലയിറക്കാം. അവിടെ സത്യത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു വാക്കുണ്ട്, അതാണ് നാഥ. ഇംഗ്ലീഷിൽ മാസ്റ്റർ ഇൻ എവരിത്തിങ്. എല്ലാ കാര്യത്തിലും തന്നേക്കാൾ മാസ്റ്ററായിട്ട് നിൽക്കുന്ന ഒരാൾ എന്ന് പത്രോസ് ദീർഘമായ പാരമ്പര്യത്തിലും അല്ലെങ്കിൽ ദീർഘമായ തൻ്റെ ആ ഉപജീവന മാർഗത്തിലും വ്യക്തമായി കാര്യങ്ങൾ അറിയാവുന്ന പത്രോസ് തൻ്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ താൻ യേശു കർത്താവിൻ്റെ വാക്കിന് തന്നെ ഒന്ന് സമർപ്പിപ്പാനിടയായി. അവിടെ കാണുന്ന വാക്ക് പോലെ മാസ്റ്റർ, ആ ഒരു നല്ല നാഥൻ അല്ലെങ്കിൽ നായകൻ, ലീഡർ എന്ന നിലയിൽ യേശുവിനെ അംഗീകരിച്ച ആ പത്രോസ് തൻ്റെ ആ വാക്ക്, കർത്താവിൻ്റെ വാക്കനുസരിപ്പാനിടയായപ്പോൾ അടുത്തവിടെ കാണുന്നു, അവരാ മീൻപിടുത്തത്തിനായി വലയിറക്കി യേശു കർത്താവ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ അടുത്ത നിമിഷങ്ങളിൽ കാണുന്നത് ആ പടക് വല നിറയത്തക്ക നിലയിൽ മത്സ്യം ലഭിക്കാനിടയായിത്തീർന്നു. അവിടുത്തെ ഏറ്റവും പ്രത്യേകത, ദൈവം ഒരു കാര്യം നമുക്കായി ഒരുക്കിയാൽ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് മാനുഷികമായി നമുക്കുള്ളതായ വലയോ പടകോ അതൊക്കെ ആ ദൈവം നമുക്കായി ഒരുക്കുന്ന റിസോഴ്സസുകളെ അല്ലെങ്കിൽ ദൈവം നമുക്കായി തരുന്ന നന്മകളെ ഉൾക്കൊള്ളാൻ അതൊക്കെ പരിമിതിയുള്ളതാണ്. ആ വല കീറാറായെന്ന, എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങൾ നോക്കിയേ. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വഴികളും എത്ര ശ്രേഷ്ഠമാണ്. ഈ പകലെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന, എത്ര ശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ആ നിലയിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ന് പകൽ നിശ്ചയമായി യേശു കർത്താവിൽ ആശ്രയിക്കാമോ, കർത്താവിൽ ശരണപ്പെടാമോ, ദൈവത്തിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ, കർത്താവിൻ്റെ ഹിതത്തിനായി ഒന്ന് ഏൽപ്പിക്കാമോ, അത്ഭുതങ്ങൾ കാണാനിടയാകും. മറ്റേ പടകിലുള്ളവരെ കൂടെ അവർ മാടി വിളിക്കുക, 2 പടകുകളും മുങ്ങുമാറാകുവോളം അവർ നിറയ്ക്കാനിടയായി. ഇത് കണ്ട പത്രോസിന് ആശ്ചര്യമുണ്ടാകുകയല്ല, കുറ്റബോധമുണ്ടായി. തൻ്റെ മനസാക്ഷി
തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്താനിടയായി. യേശു കർത്താവ് പറയുക, നാഥ, ഞാൻ പാപിയായൊരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ. സത്യത്തിൽ എത്ര ഭൗതിക ഉയർച്ചകളും ഏതെല്ലാം നേട്ടങ്ങളും എന്തെല്ലാം കൈവരിച്ചാലും നമ്മെ തന്നെ ഒന്ന് കാണാൻ കഴിയുന്നില്ല എങ്കിൽ ആ നേട്ടങ്ങൾ കൊണ്ട് എന്താണ് കാര്യം? പത്രോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം, തൻ്റെ ജീവിതത്തിൽ അത്ര വലിയ ഒരു അത്ഭുതം നടന്നപ്പോൾ താൻ തൻ്റെ ജീവിതത്തിലെ കുറവ് കാണാനിടയായി, തൻ്റെ പോരായ്മകളെ കാണാനിടയായി. യേശു കർത്താവ് പറയുന്നു, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഒടുവിൽ ആ ഭാഗം വായിച്ചവസാനിപ്പിക്കുമ്പോൾ കാണുന്നത്, ആ കിട്ടിയതായ നന്മകളെല്ലാം സകലതും വിട്ട് യേശുവിനെ അനുഗമിപ്പാൻ അവർ തയ്യാറായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ആരാരും അറിയാതെ എന്തുമാത്രം വേദന, എന്തുമാത്രം പ്രയാസം, നിരാശകൾ, എന്നാൽ അവയെല്ലാം അറിയുന്ന ഒരുവൻ നമ്മുടെ യേശു കർത്താവ് മാത്രമാണ്. വളരെ അധ്വാനിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്ന്, അല്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമായി തീർന്നിരിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്നിടത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇന്ന് യേശു കർത്താവുണ്ട്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗ പിതാവാം ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം. ഈ വചനങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ദീർഘനാളുകൾ കൊണ്ട് ഒരു ദൈവിക വിടുതലിനായി ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്നിട്ട് പലപ്പോഴും അസ്വസ്ഥമായ മനസ്സോടുകൂടി ഇരിക്കുന്ന വിഷയത്തിന്മേൽ ഇന്ന് പകൽ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഒരു ദൈവിക വിടുതൽ, അത്ഭുത വിടുതൽ, അതുമേൽ കർത്താവിൻ്റെ മഹത്വം കാണത്തക്ക നിലയിൽ പ്രവർത്തിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്താട്ടെ. പ്രാർത്ഥന കൈക്കൊണ്ടനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.